നമസ്കാര സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിന്നേ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഒരു നാടൻ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം ഇതുപോലത്തെ റെഡ് ലേഡി പപ്പായ കുറേ ഇരിക്കുന്നു. അപ്പോൾ അതിൽ നോക്കി പഴുത്ത ഒരെണ്ണം വാങ്ങിയതാണേ. ഇതപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ ആയിട്ട് എടുത്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തൈ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതിന് 60 രൂപയാ ഒരു തൈക്ക് വില. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെത്തിയും കൂടെ എടുക്കാവേ. ഈ കിളികളൊന്നും പറയാൻ സമ്മതിക്കത്തില്ല. ഇത്തിരി പഴുത്തിട്ടില്ല, പക്ഷെ ഇവിടെ ഇത്തിരി ഇതായിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങ് ചെത്തുന്നതാണ് ഇപ്പോഴേ. പപ്പായ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. പിന്നെ പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പപ്പായ പല പല പേരുകളിൽ അറിയപ്പെടുന്നു. ഞങ്ങൾ കപ്പളങ്ങ എന്ന് പറയും, പപ്പായ എന്ന് പറയും, പിന്നെ ഓമയ്ക്ക എന്ന് പറയും. ഇതിന്റെ വെയിറ്റ് എത്രയാണെന്നറിയാവോ? 2 കിലോയും 650 ഗ്രാമോ കേട്ടോ. ഇതിന് കിലോയ്ക്ക് 60 രൂപ വിലയാ. നിങ്ങൾ പപ്പായ നിസ്സാരമായിട്ടൊന്നും കാണണ്ട. ഇതിന്റെ അരിയും നമുക്ക് കുഴിച്ചിടാൻ പറ്റും, കിളിപ്പിക്കാൻ പറ്റും. ഞാനെപ്പോൾ ഓമയ്ക്ക ഇതുപോലെ മുറിച്ചാലും അതിൻ്റെ അരി കൊണ്ടൊരിടത്ത് കുഴിച്ചിടും. എന്നിട്ട് അതിൻ്റെ തൈ 1-2 എണ്ണമെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കുഴിച്ചു വെക്കും, തറയിലോ ചാക്കിലോ ഒക്കെ. ഇത്രയും വലിപ്പമുള്ളതിൻ്റെ കൈ പിടിച്ച് നമുക്ക് ചെത്താൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, നമ്മൾ തെന്നി പോകത്തില്ല. ചെറിയൊരു ഓപ്പറേഷനും കൂടെ നടത്താം. ചീഞ്ഞതേ എടുത്ത് കളയാൻ. ഇത്തിരി ചെത്തി കളയാനും പറ്റത്തില്ല. കിലോയ്ക്ക് 60 രൂപ വില കൊടുത്ത് വാങ്ങിച്ചില്ല. കണ്ടോ, അതിൻ്റെ ഉള്ളിലെ കളർ എന്തുവാന്ന് നോക്കിയാൽ കണ്ടോ. ഇതാണ് റെഡ് ലേഡി. നമുക്കിതൊന്ന് പിളർന്നെടുക്കാവേ. ഉണ്ടോ, ഉള്ളു നല്ലപോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ, പുറം പോലെയല്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പളങ്ങാപ്പഴം. മധുരം ഉണ്ടോന്നൊന്ന് നോക്കട്ടെ. ക്ഷമ കിട്ടുന്നില്ല. സൂപ്പറാ. എൻ്റെ ക്യാമറാമാനോട് ഇത്തിരി കൊടുക്കട്ടെ. ഈ മാവിൻ്റെ മുകളിലെ കരിയിലക്കിളിയുടെ കൂടുണ്ട്, 2 കൂടുണ്ടെന്ന് തോന്നുന്നു. ഈ മാവിൻ്റെ മുകളിൽ 2 കൂടുണ്ട്. എന്താ, നമ്മുടെ പപ്പായ ചെത്തിയെടുത്തേ, എല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാവേ. ഇത് മുഴുവൻ ഞങ്ങളിപ്പോൾ കഴിക്കത്തില്ല. ഇത് ഇതുപോലെ എടുത്തിട്ട് ഇത് കണ്ടോ, ഈ ഡബ്ബയിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും. എന്നിട്ട് ചെറിയ തണുപ്പോടെ കഴിക്കാൻ നല്ലതല്ലേ. ഇപ്പം നല്ല ചൂടല്ലേ. നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും വില അറിയത്തില്ല. പക്ഷെ നമ്മൾ കടയിൽ ചെന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഇത്രയും വിലയുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരെണ്ണം കൂടെ കഴിക്കട്ടെ. ഇതിൻ്റെ ഉൾവശം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, പുറം പക്ഷെ അത്ര അങ്ങോട്ട് പഴുത്തിട്ടില്ലെങ്കിലും എന്നാലും നല്ലതാ കേട്ടോ. കണ്ടോ, ഇനി ഞാനിതേ ഇതിനകത്തിൽ കൊള്ളുന്ന അത്രയും ഇതിനകത്തിലോട്ടൊന്ന് പെറുക്കിയിടട്ടെ. ഇത്രയും നേരം നമ്മൾ കൈ കൊണ്ടല്ലേ അരിഞ്ഞ, അപ്പം പിന്നെ കൈ കൊണ്ട് തന്നെ അങ്ങ് പെറുക്കിയിടാം. ഇത് നമ്മൾ അടച്ചു വെക്കും. എൻ്റെ കയ്യിൽ ഇതായോണ്ടാ ഇനി അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കട്ടെ. നമ്മളെ പപ്പായൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്കേ
ഇത് വാങ്ങിയ തൈ ഇല്ലേ, റെഡ് ലേഡിയുടെ തയ്യ. അപ്പം അതും കൂടെ ഒന്ന് കൈയോടെ നട്ടു വെക്കാവേ. ഈ കുഴിയിലേ ഒരു പോയ വഴുതനം വെച്ചിരുന്നതാണേ. പക്ഷെ അത് രക്ഷപ്പെടുമെന്നോർത്തായിരുന്നു. പക്ഷെ അത് പോയി. അപ്പൊ നമുക്ക് അതിലോട്ട് റെഡ് ലേഡിയുടെ നമ്മുടെ പപ്പായ തൈ കുഴിച്ചു വെക്കാം. എല്ലാം നല്ല കുഴിയെടുത്ത് കിടന്നുകൊണ്ടും കാര്യമേ. ഞാനത് എടുത്തോണ്ട് വരട്ടെ. ഇതൊരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാണ് കേട്ടോ. അപ്പൊ നമുക്കിതിങ്ങനെ പറിച്ചെടുത്താൽ ചിലപ്പോഴേ ഇതായി പോയെങ്കിൽ എന്തോ ചെയ്യും, ഇങ്ങനെ അങ്ങ് കീറി അങ്ങ് എടുക്കാം. വേരൊന്നും പോകത്തില്ലല്ലോ അന്നേരം. കണ്ടോ, ഇത് ചകിരിച്ചോറാ ആകുമ്പോ വേര് ഇവിടം വരെ ഇറങ്ങിയിട്ടുണ്ടേ. മണ്ണ് ഇതായി പോയാ പിന്നെ കുഴപ്പമില്ല. മണ്ണിനോടെ വെച്ചില്ലേ വാടിപ്പോകും ചൂടായോണ്ട്. അട്ടയൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഇതിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി തണലും ഒക്കെ ഇടണം. ഇത്തിരി കരികില എൻ്റെ ചോട്ടിലോട്ടിടാം. ഇത് കൊന്നേൻ്റെ കമ്പാണേ. കാരണം ഏതേലും കമ്പ് മതി. കാരണം ഈ കരിയിലയും കൂടി ഇട്ടേക്കുന്നോണ്ട് കാറ്റടിച്ചേ ഇതെൻ്റെ മണ്ടയിലോട്ട് കരിയിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയാ. ഉണ്ടോ, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? നമുക്ക് ഇനി ഇതിന് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഒരു കമ്പൂടെ ഇവിടെ വെച്ചാലും കുഴപ്പമില്ല എന്നല്ലേ. ഇതിനകത്ത് ചാണകപ്പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്പായ മരവും നമ്മൾ നട്ടു. ഇനിയിപ്പം നമുക്ക് നോക്കാം. അപ്പോഴേ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പപ്പായ കൊണ്ടുവന്ന് ചെത്തി മുറിച്ചു കഷ്ണങ്ങളാക്കി. പിന്നെ അതിൻ്റെ തൈ നമ്മൾ നട്ടു വെച്ചു. അപ്പോൾ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.